എന്താണ് ഷോൾഡർ സ്ലോപ്പ്? എന്തിനാണ് ഷോൾഡർ സ്ലോപ്പ്? എത്രയാണ് സ്ലോപ്പ് കൊടുക്കേണ്ടത്? ഏതൊക്കെ ടൈപ്പ് നെക്കിനാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ടത്? ഫ്രണ്ട് ഷോൾഡർ ലൈനും ബാക്ക് ഷോൾഡർ ലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോൾഡർ സ്ലോപ്പ് എന്ന ടോപ്പിക്കിനാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. ദൈവത്തെ ഓർത്ത് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്ന കാര്യം വെച്ചിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. എനിക്കത്ര വരയ്ക്കാനുള്ള സ്കില്ലൊന്നുമില്ല. അപ്പോൾ എന്താണ് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത്? കഴുത്തിൻ്റെ ഈ താഴ്ഭാഗം മുതൽ തോളിൻ്റെ അസ്ഥി, അതായത് ഇവിടെ നമ്മുടെ കൈ ജോയിൻ്റ് ആവുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡർ ജോയിൻ എന്ന് പറയുന്ന ഈ ഭാഗം വരെയുള്ള ഈ ചെരിവിനെയാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മിക്ക വസ്ത്രങ്ങളുടെ ഫിറ്റിങ്ങിന് ഈ ചെരിവ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ശരീരത്തിലെ തോളുകളുടെ ആകൃതിയും വസ്ത്രത്തിലെ തോളുകളുടെ ചെരിവും തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ തയ്ച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഷോൾഡർ സ്ലോപ്പ് കൂടിപ്പോയി എന്ന് വിചാരിക്കുക. നമ്മൾ പറയും ടു സ്റ്റീപ്പ് എന്ന് പറയും. നമ്മുടെ തോളിനേക്കാൾ ചെരിവ് വസ്ത്രത്തിൽ കൂടുതലാണെങ്കിൽ കഴുത്തിൽ നിന്നും കഷത്തേക്ക്, അതായത് അണ്ടർ ആംസ് വരത്തില്ല, ഇത് ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് റിങ്കിൾസ് വരാം, ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചുളിവ് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴത്തേനും കാണാൻ പറ്റും. ഓക്കെ, ഇനി ടു ഷാലോ എന്ന് പറയും. ചെരിവ് കുറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്ലോപ്പ് കിട്ടിയില്ല, ചെരിവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ തോളിനേക്കാൾ നിരപ്പായ വസ്ത്രമാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ പോലെ ചെരിവ് സ്ലോപ്പ് കുറവാണെങ്കിൽ കഴുത്തിന് ചുറ്റും തുണി അധികമായിട്ട് വരികയും കഴുത്ത് ഭാഗം പൊങ്ങി നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്ലോപ്പ് കുറഞ്ഞാൽ നമ്മുടെ കഴുത്തിന് ചുറ്റും തുണി കൂടുതലായിട്ട് നിൽക്കുകയും പൊങ്ങി നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തോളിൻ്റെ പല ഷേപ്പുകളാണ്, വിവിധ ആകൃതികൾ. തോളിന് നമ്മൾ മനുഷ്യന്മാരാണല്ലോ, ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയാണ്. പൊതുവേ നമ്മളിത് ഷോൾഡറിൻ്റെ സ്ലോപ്പിനെ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണെന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോൾ സ്ക്വയർ ഷോൾഡർ, അതായത് നിരപ്പായ ഷോൾഡർ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷോൾഡർ. ഓക്കെ, നമ്മൾ പറയും 90 ഡിഗ്രി ഏറെക്കുറെ നേരെ നിൽക്കുന്ന ഈ ചെരുവിനെയാണ് നമ്മൾ സ്ക്വയർ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഷോൾഡർ അതെന്ന് പറയുന്നത് സാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു ആകൃതിയാണ്. അതിനധികം സ്ലോപ്പും ഇല്ല എന്നാൽ സ്ക്വയറും അല്ലാത്ത പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഷേപ്പാണത്. ഓക്കെ, ഇനി നമ്മൾ സ്ലോപ്പിംഗ് ഷോൾഡർ എന്ന് പറയും. അതായത് ചെരിഞ്ഞ തോൾ, നല്ലതായിട്ട് ചെരിഞ്ഞ തോൾ, അതായത് താഴേക്ക് കൂടുതൽ ചെരിവുള്ള തോൾ. ഇങ്ങനെയുള്ളവർക്ക് വസ്ത്രം ധരിക്കുമ്പോഴത്തേനും തോളിൽ നിന്നും ഷോൾഡർ സ്ലാപ്പ് വഴുതി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഇൻഡസ്ട്രിയൽ പരമായിട്ട് വസ്ത്ര നിർമ്മാണത്തിൻ്റെ ഇൻഡസ്ട്രിയൽ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറ് സ്റ്റാൻഡേർഡ് ഷോൾഡർ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒന്ന് അളക്കുക എന്ന് നോക്കാം. ഒന്ന്, ഡയറക്റ്റായിട്ട് നമുക്ക് ബോഡിയിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഭിത്തിയോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് നെക്കിൻ്റെ ഈ ഭാഗമില്ലേ, നെക്കിൻ്റെ ഈ ഭാഗം ഇവിടെ ഭിത്തിയോട് ചേർന്ന് നിന്നിട്ട് നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ നമ്മൾ ഭിത്തിയിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഈ ഷോൾഡർ എൻഡാവുന്ന ബോണിൻ്റെ അവിടെയും ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഭിത്തിയിൽ ഇപ്പം നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഈ മെഷർമെൻ്റ് എടുക്കുക. ഇതായിരിക്കും നമ്മുടെ സ്ലോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി മെത്തേഡുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഇഷ്ടം. ഇത് നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ബസ്റ്റിൻ്റെ നിപ്പിൾ പോയിൻ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഈ നെക്കിൽ നിന്നും ഒരു മെഷറിങ് ടേപ്പ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യാം. ഓക്കെ, എൻ്റെ വര കാരണം ഇത് സത്യം പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരേണ്ടത്. എൻ്റെ വര കാരണം ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അതുപോട്ടെ, ഇപ്പം നെക്കിൻ്റെ ഇവിടെ നിന്നും പോയിൻറ്റിൻ്റെ അവിടം വരേക്കും നമ്മൾ അളന്നെടുക്കുക. അതിന് ശേഷം ഞാനീ പറഞ്ഞ പോലെ ഷോൾഡർ അവസാനിക്കുന്ന ഈ ഭാഗത്ത് നിന്നും ഇവിടേക്ക് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കാം. ഇവിടെ ഒരു 10 ഇഞ്ച് കിട്ടിയെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയതെന്നും വിചാരിക്കാം.
അപ്പം നമുക്ക് ചെയ്യേണ്ടത് 10 നിന്നും 9 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കിട്ടി. നിങ്ങളുടെ ശരീരത്തിൽ എത്രയാണോ ഈ മെഷർമെൻറ്റ് കിട്ടുന്നത്, ഇതാണ് നിങ്ങളുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ്. ഈ സ്ലോപ്പ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ആം ഹോളിൻ്റെ ഇവിടെ പിടുത്തമോ അല്ലെങ്കിൽ നെക്കിൻ്റെ ഇവിടെ പിടുത്തമോ വരാം. ചിലപ്പോൾ നമ്മൾ ആം ഹോൾ ചിലപ്പോൾ കറക്റ്റായി പോയി സീറ്റ് ആവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ഇവിടേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പിന്നെ ഇങ്ങനെ പിടിച്ചു കൊടുത്തൊന്ന് അടിച്ചു കൊടുത്താലോ എന്ന് ചിന്തിച്ച് പോകും. അതാണ് സ്ലോപ്പ് കൊണ്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡ്, അതായത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. പൊതുവേ നമുക്ക് ചില സാഹചര്യങ്ങൾ ഈ മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ബോഡിയിലാണെങ്കിൽ നമുക്ക് എടുക്കാം, കസ്റ്റമറിൻ്റെ ഒക്കെ ബോഡിയിൽ നമുക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണിത്. അതായത് ടോട്ടൽ ഷോൾഡർ, നിങ്ങളുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കണം. അപ്പം നമുക്ക് എത്രയാണോ സ്ലോപ്പായിട്ട് കിട്ടുന്ന ആൻസർ അത് നമ്മൾ സ്ലോപ്പായിട്ട് എടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബോഡി എന്നുള്ളതാണ്. ബോഡി നമുക്ക് മെഷർമെൻ്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബൈ ഞാൻ എഴുതിയ ഫോർമുല കണ്ടില്ല, മേളിലായിപ്പോയി. ഓക്കെ, അതായത് ടോട്ടൽ ഷോൾഡർ ഡിവൈഡ് ബൈ 12 മുഴുവൻ ഷോൾഡർ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഷോൾഡർ എടുക്കുക. 14 ഇഞ്ചാണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണോ അതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ബോഡിയിൽ നിന്ന് അളവെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് പാറ്റേണിനാണ് നമ്മൾ ഈ പറഞ്ഞ സ്ലോപ്പ് കൊടുക്കേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ സ്ലോപ്പ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോഡി വരുന്ന ഒരാൾക്ക് സ്ലോപ്പ് ഇല്ലാത്തൊരു ആൾക്ക് നമ്മൾ സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ബോഡി ഏത് ടൈപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം ഈ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ബോഡി ടൈപ്പിന് നമുക്ക് സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. എങ്കിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊതുവേ സ്ലോപ്പ് കൊടുക്കാറുള്ള പാറ്റേൺസ് ഞാൻ പറയാം. നമ്മൾ ഫുൾ ഷോൾഡർ കൊടുക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കേസിലും നമ്മൾ സ്ലോപ്പ് കൊടുക്കണം. അതായത് നെക്കിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്ലോപ്പിൻ്റെ ഭാഗം വരേക്കും തുണി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ എല്ലാം സ്ലോപ്പ് കൊടുത്തിരിക്കണം. ഇനി അതിപ്പം നമ്മൾ പറയാറുണ്ടല്ലോ കോളർ നെക്ക്, ക്ലോസ് നെക്ക്, ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് നമ്മൾ കൂടുതലും ഇങ്ങനെയൊക്കെ കൊടുക്കാറ്. അതേപോലെ തന്നെ ബാക്കിൻ്റെ ഡെപ്ത്ത് വളരെ കുറവായിട്ട് കൊടുക്കുന്ന കേസുകളിൽ നെക്ക് അകലം, അത് നമ്മളിപ്പോൾ ഒരു ഡീപ്പ് നെക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു 9 ഇഞ്ചോളം നെക്ക് ഡെപ്ത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ഇവിടെ ഉള്ള തുണി അത്രയും കട്ടായിപ്പോവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ തുണി ഈ സൈഡിലേക്ക് രണ്ടിടത്തേക്കുമായിട്ട് വഴുതി പോകാനുള്ള സാധ്യതയുണ്ടെന്നല്ല അങ്ങനെ വരും. അപ്പോൾ എന്ത് പറ്റും, ഈ ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ റിഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്, ഷോൾഡറിനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഡീപ്പ് നെക്ക് അല്ലാത്ത ഒരുവിധം നെക്ക് ഡെപ്ത്ത് കുറവുള്ള സിറ്റുവേഷൻസിലെല്ലാം ക്ലോത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവും, അനങ്ങി കൊടുക്കൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതനുസരിച്ച് ഇപ്പോൾ ഇവിടെ വന്നു, ഇവിടെ കിടക്കുവാണ് നെക്ക്, ഇത് സൈഡിലേക്കൊന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ടൊരു സ്ലോപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വൃത്തികേടായിട്ട് വരും. ഓക്കെ, നമ്മളിവിടെ ഫുൾ ഷോൾഡർ കൊടുക്കണം, ഇവിടം വരെയും ഉള്ള ഷോൾഡർ നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്ലോപ്പ് കൊടുക്കണം എന്ന് പറയുന്നത്. അതായത് ഫുൾ ഷോൾഡർ എവിടെയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷെ ഒരു റെയർ കേസ് എന്ന് പറയുന്നത് ബോട്ട് നെക്കാണ്. ബോട്ട് നെക്ക് എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം നമ്മൾ ഡെപ്ത്ത് കുറവായിരിക്കും, നെക്കിൻ്റെ ഡെപ്ത്ത് കുറവായിരിക്കും, പക്ഷെ വൈഡ് കൂടുതലായിരിക്കും. വൈഡ് എന്ന് പറയുമ്പോൾ ഇത് എൽബോ അല്ല, മറ്റേ ജോയിൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു 2 ഇഞ്ച് മാത്രം ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്ന പോലെ നമ്മൾ ബോട്ട് നെക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും. നെക്കിൻ്റെ ഡെപ്ത്ത് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ എന്ത് സംഭവിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 ഇഞ്ച് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ വളരെ ചെറിയ സ്ട്രാപ്പ് ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്ലൈറ്റ്ലി ചെറിയൊരു സ്ലോപ്പ് നമുക്ക് കൊടുക്കാം. ഇനി അതല്ല, സ്ലോപ്പ് കൊടുത്തില്ലെങ്കിലും ഈ ഒരു പാറ്റേണിനകത്ത് വലിയ വ്യത്യാസം വരത്തില്ല.
പക്ഷേ ഞാൻ നേരത്തെ നമ്മുടെ ഒരു ട്യൂട്ടോറിയലിനകത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ നെക്കിൻ്റെ വിത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബോട്ട് നെക്കിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഓക്കെ, അത് ഈ പറയുന്ന പോലെ ബോഡി ടൈപ്പും കൂടെ നോക്കി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് ഈ ഷോൾഡറിൻ്റെ ഈ 2 ഇഞ്ച് വിത്ത് എന്ന് പറയുന്ന ഭാഗത്ത് വലിയ സ്ലോപ്പൊന്നും ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് ഇത് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ എനിക്ക് അവിടെ സ്ലോപ്പ് കൊടുത്താൽ ചിലപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ബോഡി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. ഇത് നല്ല ചെരിവുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്ലോപ്പ് കൂടിയ ഒരാളാണെന്ന് വിചാരിക്കുക, അവർക്ക് നമ്മൾ ചെറുതായിട്ട് സ്ലോപ്പ് കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ലോപ്പ് കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഷോൾഡറിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്ന മെഷർമെൻ്റ് ഉണ്ടല്ലോ, ഇത് ഏകദേശം 1 ഇഞ്ചൊക്കെ ആണെന്ന് വിചാരിക്കുക. 1 ഇഞ്ചൊക്കെ ആണെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ആണ്. 1-1.25 എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡാണ്. 1.5 അതിൻ്റെ മുകളിലേക്കോ വരുമ്പോഴത്തേക്കും അത് ഷോൾഡർ സ്ലോപ്പ് കൂടിയ ബോഡിയാണ്. ഓക്കെ, ഇനി 1 ഇഞ്ച് പോലും കിട്ടുന്നില്ല, അതിലും താഴെയാണ് നമ്മുടെ ശരീരപ്രകൃതി, ഒരു 1/2 ഇഞ്ചൊക്കെ വരുന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തണം. ഓക്കെ, ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഫുൾ ഷോൾഡർ കൊടുക്കുകയും എന്നാൽ വൈഡ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ലോപ്പ് മാറ്റി കൊടുക്കേണ്ടി വരും. ബോട്ട് നെക്കിൻ്റെ കേസ് അതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് വൈഡ് കൂടുമ്പോഴത്തേനും ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാനേജ് ചെയ്യേണ്ടി വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്കിൻ്റെ മിനിമം വൈഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഷോൾഡർ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടുന്ന മെഷർമെൻറ്റ്. അതായത് നെക്കിൻ്റെ മിനിമം വൈഡ് ഉണ്ടല്ലോ, നമ്മളിത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു മിനിമം വൈഡ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊരു 3 ഇഞ്ചാണ് എന്ന് വിചാരിക്കാം. നമ്മൾ തുണി 4 മടക്കിയിടുന്നു. ഇങ്ങനെയാണ് തുണി കിടക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ 3 ഇഞ്ച് എന്ന് പറയുന്നത് ഇതാ ഇവിടെ, നെക്ക് ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഷോൾഡർ ഒരു 14ൻ്റെ പകുതി 7 ഇഞ്ച് എന്നുള്ളത് നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. നമ്മൾ 1.5 ഇഞ്ച് അല്ല 1 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇത് 1 ഇഞ്ച് സ്ലോപ്പാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ ചരിച്ചൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ആം ഹോളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ തീരുമാനിക്കുവാണ് എനിക്ക് 3 ഇഞ്ച് വൈഡ് പോരാ, കുറച്ചുകൂടെ വൈഡ് കൂട്ടണം എന്ന് വിചാരിക്കുക. ഓക്കെ, 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ അപ്പോൾ നമ്മൾ വൈഡ് എടുക്കുകയെന്നിരിക്കും. പക്ഷേ ഏറ്റവും ആദ്യമേ തന്നെ ഈ ബേസിക് പാറ്റേൺ നമ്മൾ ഉറപ്പായിട്ടും വരച്ച് വെച്ചേക്കാം. ലൈനിങ്ങിലോ പാറ്റേണിലോ വരച്ച് വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുവാണ് ഒരു 4 ഇഞ്ച് ഡെപ്ത്ത് കൊടുക്കുവാണെന്ന് പക്ഷേ 4 ഇഞ്ച് ഡെപ്ത്ത് അല്ല, 4 ഇഞ്ച് വൈഡ്. ഡെപ്ത്തിൻ്റെ കാര്യം ഇതിനകത്ത് ഓർക്കുക ചെയ്യരുത് കേട്ടോ. ഓക്കെ, 4 ഇഞ്ച് നമ്മൾ വൈഡ് കൊടുക്കുവാണ്. അതായത് നെക്കിൻ്റെ ഡെപ്ത്ത് ഈ പറയുന്ന പോലെ വളരെ മിനിമലായിട്ട് വെക്കുന്ന കേസുകളാണ് നമ്മൾ ഫുൾ ഷോൾഡർ അല്ലെങ്കിൽ ഈ സ്ലോപ്പൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ വൈഡ് നമ്മൾ 4 കൊടുത്തു. ഈ സ്ലോപ്പ് ആദ്യമേ മാർക്ക് ചെയ്യുന്നു. മിനിമം വൈഡ് വെച്ചിട്ട് നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നു. അപ്പം നമ്മൾ തീരുമാനിക്കുവാണ് വൈഡ് ഇതുപോലെ കുറച്ചുകൂടെ വേണം. ഓക്കെ, നമ്മൾ 4 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വരച്ചിരിക്കുന്ന ഈ സ്ലോപ്പിൽ നിന്നും ഒരു പൊടിക്ക് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സ്ലോപ്പിനെ താഴേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ചരിച്ച് ഈ സ്ലോപ്പിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. അതല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ ബേസിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് തുണി ഇങ്ങനെ മേപ്പൊട്ടേക്കായിട്ട് നിൽക്കും. ഇപ്പോൾ ഇവിടെ വരേണ്ട സാധനം നമ്മൾ സ്ലോപ്പിനെ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് 3 ഇഞ്ചിന് വരെ 4 ഇഞ്ച് വൈഡ് കൊടുക്കുമ്പോഴത്തേനും ഈ തുണി മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മൾ 1/2 ഇഞ്ചിൽ ഒരു 1/4 ഇഞ്ചൊക്കെ കുറയ്ക്കാം എന്ന് പറയുന്ന പോലെ തന്നെ. ഫസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾ വൈഡ് കൂട്ടി കൊടുക്കുകയെന്ന് വിചാരിക്കും, ഒരു 5 ഇഞ്ചൊക്കെ വൈഡ് കൊടുക്കുകയെന്ന് വിചാരിക്കും. ആ സമയത്ത് ആദ്യമേ ഈ ബേസിക് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 ഇഞ്ച് എവിടെയാണോ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് അവിടുത്തെ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് താഴേക്ക് വരച്ചിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ ഇനി പൊതുവേ നമ്മൾ മസ്റ്റായിട്ട് സ്ലോപ്പ് കൊടുക്കേണ്ട കേസ് എന്ന് പറയുന്നത് കോളർ വരുന്നതും അങ്ങനെയുള്ള മോഡലൊക്കെ ഉണ്ടല്ലോ, കോളർ നെക്ക്. കോളറിൽ തന്നെ പല മോഡൽസ് ഉണ്ട്. എന്തായാലും ഈ കഴുത്തിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ലോപ്പ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, ക്ലോസ് നെക്ക് പോലുള്ള പാറ്റേൺസിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നിടത്ത് ഫുൾ സ്ലോപ്പ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ. അതേപോലെ ഇങ്ങനെ വരുന്ന പാറ്റേൺസിലെല്ലാം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് സ്ലോപ്പ് കൊടുത്ത് കട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു ഷർട്ടോ അല്ലെങ്കിൽ കുർത്തിയോ കോളറൊക്കെ വരുന്ന പാറ്റേൺസിലൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ബാക്കിനേക്കാൾ കൂടുതലാണ് സ്ലോപ്പ് ബാക്കിനേക്കാൾ കുറവാണ് ഫ്രണ്ടിൻ്റെ ഭാഗം എന്നുള്ളത്. എന്താ പറയുക, ബോഡിയിലേക്ക് നോക്കുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും ഫ്രണ്ടിൻ്റെ ഷോൾഡറിൻ്റെ നെക്ക് ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഭാഗത്ത് ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവുക, പരന്നതാണ് നമ്മുടെ ഈ ഇത്രയും ഭാഗം. അതേ സമയത്ത് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേനും ഒരു കേവ് ഉണ്ട്. തോളിൻ്റെ ആ എല്ലിൻ്റെ ആ ഭാഗം നോക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായതിൽ ഒരു പൊന്തിപ്പുണ്ട് അവിടെ. ഈ വ്യത്യാസം നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സിൻ്റെ ബാക്കിലേക്ക് കയറിപ്പോകാനോ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരാനോ സാധ്യതയുണ്ട്. ആം ഹോളിൻ്റെ ഭാഗത്ത് ഇഷ്യൂസ് വരാം. അപ്പോൾ പൊതുവേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കോളർ നെക്ക്, ക്ലോസ് നെക്ക് ഡിസൈൻസ് ഒക്കെ വരുന്ന ഡ്രസ്സിൻ്റെ പാറ്റേൺസിൽ നമ്മൾ ഫ്രണ്ട് ഷോൾഡർ കുറച്ച് കൊടുത്തിട്ട് ബാക്ക് ഷോൾഡർ കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഒരുവിധം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാവും ഫ്രണ്ട് കട്ട് ചെയ്തേക്കുന്നത്. അല്ലെ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോളർ കുർത്തി റെഡിമെയ്ഡൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഷർട്ടൊക്കെ ചേട്ടന്മാരുടെ ഷർട്ടുണ്ടല്ലോ, ഇതൊക്കെ എടുത്ത് നോക്കുക. ഇവിടെ നിന്ന് ബാക്കിലേക്ക് ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ ലൈൻ എന്ന് വിചാരിക്കുക. ബാക്കിൽ നിന്ന് ഈ തുണി ഇങ്ങനെ വന്നായിരിക്കും ഇവിടെ ആയിരിക്കും ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഞാനിവിടെ പോയി ചേട്ടൻ്റെ ഷർട്ടൊന്നും എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ഇതേപോലെ എടുത്ത് വെക്കുക, ആം ഹോൾ കറക്റ്റാക്കി പിടിച്ച് വെക്കുക, എന്നിട്ട് ഇതേപോലെ വെക്കുക. കണ്ടോ, നമ്മൾ സാധാരണ ചുരിദാർ അടിക്കുമ്പോൾ ഷോൾഡർ എവിടെയാണ് വരുന്നത്? ഇവിടെ അല്ലേ വരുന്നത്. ഈ ഫുൾ ഷോൾഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇടുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഫിറ്റിങ് കുറച്ചുകൂടെ രസമായിട്ട് കിട്ടും. അതായത് ഫ്രണ്ട് കുറച്ച് കൊടുക്കാം, ഫ്രണ്ട് കുറച്ച് എടുത്തിട്ട് ബാക്ക് അതിനും വീണ്ടും കൂട്ടി ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. പക്ഷേ ആം ഹോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ എവിടെ കൊണ്ട് വേണം ജോയിൻ ചെയ്യാൻ? ഇവിടുന്ന് ആം ഹോളിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റാക്കി കൊടുത്ത ശേഷം സെൻറ്റർ കണ്ടുപിടിക്കുക. ഇവിടുന്ന് സ്ലീവ് സെൻറ്റർ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തി 1, 2, 3 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുകയോളം കേൾക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് റിസർച്ച് ചെയ്യുക, ഇതെന്താണ് സംഭവം എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഒരു ചുരിദാർ, നിങ്ങൾ സിമ്പിളായിട്ടൊരു ചുരിദാർ തയ്ക്കാൻ പോകണത് 5 ഇഞ്ച് കഴുത്തിറക്കം വെച്ചിട്ട് ഒരു 4 ഇഞ്ച് വൈഡ് 5 ഇഞ്ച് വൈഡിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാമെന്ന് വിചാരിക്കുക. ഈ കേസിൽ നിങ്ങൾ സ്ലോപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നല്ലോണം സ്ലോപ്പുള്ളൊരു ശരീരപ്രകൃതി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ സ്ലൈറ്റ്ലി ഒരു ചെറുതായിട്ടൊരു സ്ലോപ്പ് കൊടുത്താൽ ഭംഗിയുണ്ടാവും. അതേ സമയത്ത് നോർമലായിട്ടുള്ള കേസിലോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോഡി ടൈപ്പിലോ നിങ്ങൾക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ചില വീഡിയോസ് നമ്മൾ കാണുമ്പോഴത്തേന് 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ, അതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ തോന്നുന്നത് കമൻസിൽ അറിയിക്കുക. നമുക്കത് മേ ബി ഒരു ഷോർട്ട് റീൽ പോലെയോ അല്ലെങ്കിൽ ഇതിലിപ്പം കമൻസിൽ നമുക്ക് വോയിസ് ഒക്കെ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ മാക്സിമം ഞാനും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ശരി, ടാറ്റ.